അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവർ 5-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ ദീനിൻ്റെ പരിഷ്കരണത്തിന് വേണ്ടി അള്ളാഹു നിയോഗിച്ചയച്ച ഒരു മഹാവ്യക്തിത്വമാണെന്ന് പറയണം. കാരണം കുട്ടിക്കാലം മുതൽക്ക്, ജനിച്ചത് മുതൽക്ക് അസാധാരണ അനുഭവങ്ങൾ, അടയാളങ്ങൾ ജനങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ആളുകൾക്ക് മാറ്റമുണ്ടായിക്കൊണ്ടിരിക്കുക. പിറന്ന സമയം തന്നെ നമുക്കറിയാമല്ലോ, വിശുദ്ധ റമദാനിലാണ്, റമദാൻ 1-ന്. നമ്മുടെ നാട്ടിൽ സാധാരണ കുട്ടികളൊക്കെ റമദാനിൽ പാല് കുടിക്കും, തെറ്റൊന്നുമല്ല, കുട്ടികൾ പാല് കുടിക്കണ്ട. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പകല് സമയത്ത് സൂര്യൻ അസ്തമിക്കുന്നത് വരെ പാൽ കുടിക്കൂല. അത് സാധാ കുഞ്ഞുങ്ങളിൽ കാണാത്തൊരു മാറ്റമാണ്. അതിൻ്റെ ഏറ്റവും വലിയ ബഹുമാനം അവിടുത്തെ ആ തറവാട് ഹസനിയും ഹുസൈനിയും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തിച്ചേരുന്ന 11ാമത്തെ പേരക്കുട്ടിയാണ് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു. വളരെ അടുത്താണ്. ഉമ്മ വഴിക്കും ബാപ്പ വഴിക്കും 2 വഴിക്കുമുള്ള കുടുംബക്കാര്, നല്ല നല്ല ഓരോരുത്തരും പരിശുദ്ധിയാർന്ന മാതാപിതാക്കൾ, വളരെ വലിയ ബഹുമാനമുള്ള വല്യുപ്പ എന്ന് പറയുന്ന അബ്ദുല്ലാഹി സൗമഈ റളിയല്ലാഹു അൻഹു. പേരിന്റെ കൂടെ നിങ്ങൾ കേട്ടില്ലേ സൗമഈ എന്നൊരു വാക്ക്? സൗമഅത്തുൻ എന്ന് പറഞ്ഞാൽ മഠം എന്നാണ് അർത്ഥം. നമ്മുടെ നാട്ടിലൊക്കെ മഠങ്ങളുണ്ടല്ലോ, മഠങ്ങൾ, മറ്റു ജാതിക്കാർക്ക് മഠങ്ങളുണ്ട്. മഹാനവറുകളെ സൗമഈ എന്ന് വിളിക്കാൻ കാരണം അധിക സമയത്തും ആരാധനയിലായിരിക്കും, പുറത്തേക്ക് വരില്ല. ഇബാദത്തും ദിക്റും കാര്യങ്ങളും, ദുന്യവിയായ കാര്യങ്ങളിലേക്ക് കുറഞ്ഞ സമയം ചെലവഴിക്കും. അപ്പൊ അങ്ങനെ ഒരു ധ്യാനം ഇരിക്കുന്ന ആള് എന്ന അർത്ഥത്തിൽ ചേർത്ത് വിളിച്ചു സൗമഈ എന്ന പേര്. ആ പിതാമഹന്റെ ശിക്ഷണത്തിലാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ വളരുന്നത്. കുട്ടിക്കാലത്ത് തന്നെ, ചെറിയ വയസ്സിൽ തന്നെ വിശുദ്ധ ഖുർആൻ ഹിഫ്ലാക്കി. മഹാനവറുകൾ ഓരോ ദിവസവും വല്ലിപ്പയിൽ നിന്നും മറ്റും വിജ്ഞാനങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. നാട്ടിലെ കുട്ടികളൊക്കെ കളിക്കാൻ വന്ന് വിളിക്കും, സ്വാഭാവികമാണല്ലോ, ചെറിയ കുട്ടികൾ. പക്ഷെ കളിക്കാൻ വിളിക്കുമ്പോൾ ഷെയ്ഖ് ജീലാനി തങ്ങൾ ആരോ തടഞ്ഞു നിർത്തും പോലെ അങ്ങനെ ഒരു സംസാരം മഹാനവറുകൾ കേട്ട് തിരിച്ചു പോരും. നിങ്ങളുടെ ജീവിതം കളിക്കാനുള്ളതല്ല, നിങ്ങൾ കളിക്കാൻ പോകരുത്, തിരിച്ചു പോകാം.